പശ്ചിമ ബംഗാളിലെ ബരുയിപ്പൂർ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അക്ഷരാർത്ഥത്തിൽ കത്തുകയായിരുന്നു. ഒരു 12 വയസ്സുകാരിയുടെ ദാരുണമായ കൊലപാതകവും ബലാത്സംഗവും, അതിനെ തുടർന്നുണ്ടായ ജനകീയ രോഷവും, തെറ്റായ വ്യക്തിയെ ജനക്കൂട്ടം തല്ലിക്കൊന്ന സംഭവം, ഒടുവിൽ കേസിലെ പ്രധാന പ്രതി പ്രഭാസ് മണ്ഡലിന്റെ പോലീസ് എൻകൗണ്ടർ. എന്താണ് യഥാർത്ഥത്തിൽ ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് നീതിയോ അതോ നീതി നടപ്പിലാക്കാനുള്ള തിരക്കിൽ നിയമം കയ്യിലെടുക്കുന്ന ജംഗിൾ രാജോ? ജൂലൈ 4-നാണ് 12 വയസ്സുകാരിയെ കാണാതാകുന്നത്. തൊട്ടടുത്ത ദിവസം സൂര്യപൂരിലെ ഒരു കുളത്തിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. പ്രാഥമിക പരിശോധനയിൽ കുട്ടി ക്രൂരമായ ബലാത്സംഗം ചെയ്യപ്പെട്ടെന്നും കൊല്ലപ്പെട്ടുവെന്നും തെളിഞ്ഞു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രഭാസ് മണ്ഡൽ എന്നയാളെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തു. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആനന്ദ് സർദാർ, ദിവാകർ സർദാർ, കബീർ മൊല്ല എന്നിവരെയും പോലീസ് പിടികൂടി. എന്നാൽ ഇതിനിടയിൽ നീതി വൈകുന്നു എന്നാരോപിച്ച് പ്രദേശവാസികൾ അക്രമാസക്തരായി. പോലീസ് വാഹനങ്ങൾ തകർത്തു. തെറ്റിദ്ധാരണ മൂലം ഒരു നിരപരാധിയായ ഒരു യുവാവിനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു. ഇതെല്ലാം നടന്നത് വെറും 4 ദിവസത്തിനുള്ളിലാണ്. ജൂലൈ 8 പുലർച്ചെ 12:45 കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിനായി പ്രഭാസ് മണ്ഡലിനെ സൂര്യപൂരിലെത്തിച്ചു. പോലീസ് പറയുന്നതനുസരിച്ച് പ്രഭാസ് ഒരു പോലീസുകാരന്റെ തോക്ക് തട്ടിയെടുത്ത് വെടിയുതിർക്കാൻ ശ്രമിക്കുകയും രക്ഷപ്പെടാൻ നോക്കുകയുമായിരുന്നു. സ്വയരക്ഷയ്ക്കായി പോലീസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ പ്രഭാസ് കൊല്ലപ്പെട്ടു. ബംഗാളിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ എൻകൗണ്ടറാണിത്. പ്രതിയുടെ അമ്മ പോലും മകന്റെ ദുഃഖം രേഖപ്പെടുത്താതെ അവൻ അർഹിച്ച ശിക്ഷയാണ് ലഭിച്ചതെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഭരണകക്ഷിയും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ 2 തട്ടിലാണ്. ഇരയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര അടക്കമുള്ളവർ ഈ എൻകൗണ്ടറെ രൂക്ഷമായി വിമർശിച്ചു. ഇത് നിയമവാഴ്ചയല്ല, മറിച്ച് ഉത്തർപ്രദേശ് മോഡൽ ജംഗിൾ രാജാണെന്നാണ് അവരുടെ വാദം. വിചാരണ തീരും മുൻപ് പ്രതിയെ കൊന്നു തള്ളുന്നത് നീതിയല്ലെന്നും അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. പോലീസ് കസ്റ്റഡിയിലുള്ള ഒരാൾക്ക് സുരക്ഷ നൽകേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: ആൾക്കൂട്ട നീതിയും പോലീസ് എൻകൗണ്ടറുകളുമാണോ ഒരു ജനാധിപത്യ രാജ്യത്ത് നീതി നടപ്പിലാക്കേണ്ട രീതി? കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷ ലഭിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ നിയമവ്യവസ്ഥയെ മറികടന്നുള്ള ഇത്തരം നടപടികൾ ക്രമേണ നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസം തകർക്കുകയല്ലേ ചെയ്യുന്നത്? ഭരണകൂടം നൽകുന്ന ഉടനടി നീതി എന്ന വാഗ്ദാനം യഥാർത്ഥത്തിൽ നിയമവാഴ്ചയെ ബലഹീനമാക്കുകയാണോ? ബരുയിപ്പൂരിലെ ഈ സംഭവങ്ങൾ വെറുമൊരു ക്രൈം വാർത്തയല്ല, മറിച്ച് നമ്മുടെ നിയമ സംവിധാനത്തെക്കുറിച്ചും സാമൂഹിക സുരക്ഷയെക്കുറിച്ചും നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഭരണകൂടത്തിന് ഒരാളെ പ്രതിയാക്കണമെങ്കിൽ എളുപ്പമാണ്. അതിനുശേഷം അയാളെ എൻകൗണ്ടറിൽ കൊന്നു തള്ളിയാൽ ആരും ചോദിക്കാൻ വരില്ല, അതിൻ്റെ തെളിവുകളും ലഭിക്കില്ല. ഒരു നിരപരാധിയെപ്പോലും എൻകൗണ്ടർ പേരിൽ കുറ്റവാളിയാക്കി കൊന്നു തള്ളാൻ ഇത്തരത്തിലുള്ള ജംഗിൾ രാജുകൾ അനുവദിക്കുന്നു. മാത്രമല്ല, ഇവിടെ എപ്പോഴും കൊല്ലപ്പെടുന്ന കുറ്റവാളികൾ ആരൊക്കെയാണെന്ന് കൂടി നോക്കണം. എപ്പോഴും താഴെ തട്ടിൽ നിന്ന ആൾക്കാർ, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ സോഷ്യൽ പ്രിവിലേജോ പൊളിറ്റിക്കൽ പ്രിവിലേജോ ഇല്ലാത്ത ആളുകൾ, ഇവരൊക്കെയാണ് വെടികൊണ്ട് മരിക്കുന്ന കുറ്റവാളികൾ. എന്നാൽ ഉയർന്ന ജാതിയിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുള്ള പണക്കാരായ കുറ്റവാളികൾക്ക് ഇതൊന്നും ബാധകമല്ല. അവരെ നിയമത്തിന്റെ മുന്നിലൂടെ കൊണ്ടുപോകാൻ മാത്രമാണ് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളായ പോലീസുകാരും ജംഗിൾ രാജ് സപ്പോർട്ടേഴ്സും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും എൻകൗണ്ടർ എന്നത് നീതിയല്ല, അത് പക തീർക്കലാണ്. ഇവിടെ സിസ്റ്റത്തിന്റെയോ നിയമത്തിന്റെയോ ജോലിയല്ല പക തീർക്കൽ. സിസ്റ്റത്തിന്റെ ജോലി ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നതാണ്.